ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല നാടൻ സ്റ്റൈൽ ചിക്കൻ വരട്ടിയതാണ്. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് നല്ല വറ്റിച്ചെടുക്കുന്ന ഒരു അടിപൊളി ചിക്കൻ്റെ റെസിപ്പിയാണ്. ഇപ്പം നമ്മൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് കിടക്കാം. ഇതിനായിട്ട് നമ്മൾ മൺചട്ടിയാണ് യൂസ് ചെയ്യുന്നത്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം കറിവേപ്പില ഇട്ടിട്ട് ഈ ഒരു ഫോം ആവുന്ന സമയത്ത് അതിൽ നിന്ന് മാറ്റാം. ഇനി നമുക്ക് വേണ്ടത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ചെറിയ ഉള്ളി ഒന്നിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ നേർങ്ങനെ കനം കുറച്ചിട്ട് മുറിച്ചെടുത്താലും മതി. അപ്പം ഞാനിവിടെ മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനി അതേ വെളിച്ചെണ്ണയിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇത്രയാണ് ചേർക്കേണ്ടത്. ആദ്യം തന്നെ 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ മസാലയ്ക്കും അതോടൊപ്പം ചിക്കനും കൂടി കണക്കാക്കി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പൊടി ഉപ്പാണ് ഇട്ടിട്ടുള്ളത്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ച 1 കിലോ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് യോജിപ്പിച്ചെടുത്തിട്ട് മൂടി വെച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. ഇതേ സമയം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം, 6-7 ഗ്രാമ്പൂ, 2 ടീസ്പൂൺ പച്ചമല്ലി, പിന്നെ അതുപോലെ ഒരു 4 കഷ്ണം പട്ട, 4 ഏലക്ക ഇത്രയും ഇട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. സമയം നമുക്ക് ചിക്കൻ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചതാണ്. ഇതിലേക്ക് നമുക്ക് വലിയ ജീരകം വേണം. ഞാൻ വലിയ ജീരകം സെപ്പറേറ്റ് പൊടിച്ച് വെച്ചതുകൊണ്ടാണ് ഇതിൽ ചേർക്കാഞ്ഞത്. നിങ്ങളുടെ അടുത്ത് ഇല്ലെങ്കിൽ ആ ഒരു ടൈമിൽ 2 ടീസ്പൂൺ വലിയ ജീരകം കൂടി ചേർത്തിട്ട് വേണം പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നമുക്ക് ചിക്കനിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് യോജിപ്പിച്ച് ഒന്ന് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. 1 മിനിറ്റ് ഇതുപോലെ വെച്ചതിന് ശേഷം മൂടി തുറന്ന് നോക്കുക. ചിക്കനിലെ വെള്ളമൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. ഈ ഒരു ടൈമിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരല്പം വെള്ളം ഒഴിക്കുക. അതുപോലെ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ നിങ്ങൾക്ക് ഗ്രേവി ഒത്തിരി വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് കൂടുതൽ ഒഴിച്ചു കൊടുക്കുക. പിന്നെ കുറച്ചധികം കറിവേപ്പില ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. മൂടി വെക്കുക. മൂടി തുറന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം കുറച്ചും കൂടി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ കുറച്ചുകൂടി തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ചിക്കൻ നന്നായിട്ട് ഇതൊന്ന് വേവട്ടെ. ചിക്കൻ വെന്ത് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഈ ഒരു ടൈമിൽ തന്നെ ഒരല്പം കൂടി കുരുമുളക് പൊടി വിതറി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് ഒരു അരമണിക്കൂർ വെച്ചേക്കുക. ഫ്ലെയിം ഓഫ് ചെയ്യാൻ വിട്ടുപോകരുത്. അത് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് വേണം നമ്മൾ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അരമണിക്കൂറിന് ശേഷം നമ്മുടെ ചിക്കൻ വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല വറ്റിച്ചെടുത്തതാണ് കേട്ടോ തേങ്ങാപ്പാലിൽ. അപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാണ്ടാം ഇതിൻ്റെ ഗ്രേവിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ചിക്കന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ചിക്കൻ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും ഇങ്ങനെ ചെയ്ത് നോക്കുക കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.